ഹായ്, എന്തൊക്കെ പഠിപ്പിച്ച് സ്കൂളിൽ കേൾക്കട്ടെ. അതെ പരിപാടി ഞാണ്ടേ പരിപാടി നമുക്ക് മണിക്ക് പോയില്ലേ? അല്ല കമ്മലി പോയിട്ട് ചെയ്യാനല്ലേ നിന്റെ സ്കൂളിൽ പരിപാടി? എന്റെ സ്കൂളിൽ പറഞ്ഞിട്ടില്ല, പറയും നാളെ പറയും. ഇതൊക്കെ ഞങ്ങളുടെ ഓണക്കാലം, അതൊക്കെ രസമായിരുന്നു. പിന്നെ അത്തപ്പൂക്കളോ ഇത് രസമായിരുന്നറിയാവോ? അതൊക്കെ നൊസ്റ്റാൾജിയ ഓർമ്മ. ഊഞ്ഞാലാട്ടവും കൂട്ടുകാരും പിന്നെ എല്ലാ പിള്ളേരും കൂടി കൂട്ടുകൂടി അത്തപ്പൂക്കളും പൂക്കള് വെളുപ്പാങ്കാലത്ത് തിരുവോണത്തിന് പൂവ് ആ പറമ്പിന് ഈ പറമ്പിലുള്ള പൂവ് എടുത്തിട്ട് നല്ല രസമായിരുന്നു. എല്ലാം ചെയ്യും. ഞങ്ങളുടെ കുട്ടിക്കാലം നിങ്ങളൊക്കെ എന്ത് മൊബൈല് ടാബ് ഇതൊക്കെയല്ലേ നിങ്ങളാ. ഞങ്ങളൊക്കെ മൊബൈൽ കണ്ടിട്ട് പോലും അറിയാവോ? അമ്മേനെ സ്കൂളിൽ വെച്ച് മമ്മി ഇതില് ലൈൻ അടിച്ചിട്ടുണ്ടോ? അപ്പഴേ കിട്ടുന്നതിന് മുമ്പെല്ലാം സ്കൂൾ ജീവിതത്തില് അങ്ങനല്ല, പേടിയായിരുന്നു. പിന്നെ +2 പഠിക്കുമ്പോ മിക്സഡ്. സ്കൂൾ ജീവിതം ലേഡീസ് മാത്രമല്ലല്ലോ. +2 പഠിക്കുമ്പോ മിക്സഡും പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോ അപ്പോ ഒരാള് ഇഷ്ടമുണ്ടായിരുന്നു. അതൊക്കെ അന്നത്തെ കാലം എന്താ പറയാ. സ്കൂൾ ജീവിതം ലേഡീസ് മാത്രമല്ലല്ലോ. +2 പഠിക്കുമ്പോ മിക്സഡും പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോ അപ്പോ ഒരാള് ഇഷ്ടമുണ്ടായിരുന്നു. അതൊക്കെ അന്നത്തെ കാലം എന്താ പറയാ. ആരാന്ന് വെച്ചാല് പുള്ളി പാട്ടൊക്കെ പാടും. ആരാന്ന് വെച്ചാല് പുള്ളി പാട്ടൊക്കെ പാടും. എന്താ പറയാ, സകലകലവലവനായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വീട്ടുകാർ പോയിട്ട് അന്വേഷിച്ചു. ഇതെന്തുവാ പറയുന്നേ? പഴയ കാര്യങ്ങളൊക്കെ നോക്കാം എന്താ സംഭവം. പോയി അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് പറ്റാത്ത ബന്ധമെന്ന് അച്ഛനെന്ന് പറഞ്ഞ് മറന്നേക്കാൻ. പയ്യെ എഴുന്നേറ്റ് പോവാം. കാലൊച്ച കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിർത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ നിർത്തിയാൽ പിടിക്കാൻ പറ്റില്ല. പയ്യെ പോയിട്ട് ഇന്നിവരുടെ ഈ പ്രേമം കണ്ടുപിടിച്ച് കൊടുക്കണം പണി. നമ്മള് മിഡിൽ ക്ലാസ്, അവര് ഹൈയാ, നമ്മുടെ എത്തൂലാണ്. അങ്ങനെ പറയാനാണ്. അയാളി പോയിട്ട് വലിയ സെലിബ്രിറ്റി ആടി ചെയ്യാൻ പറ്റും. അല്ല, എന്നെയല്ലേ? ഇനി ആരെ കുറിച്ചാ ഇത്? കഴിയട്ടെ, നിന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കി തരാം കേട്ടോ. ഇതെല്ലാം കഴിയട്ടെ. അമ്പാടി ഞാൻ കമലാസിനെ ഇഷ്ടമായി ചോദിച്ചത്. അങ്ങനെ നീ കോൺടാക്ട് ചെയ്തു. വേണ്ടായിരുന്നു, പോയി കിടന്ന് ഉറങ്ങാം, അതാ നല്ലത്. അല്ലെങ്കിൽ കോൺടാക്ട് ആവശ്യമായിരുന്നു. അങ്ങനെ നല്ല ബന്ധം കിട്ടേണ്ടതായിരുന്നു. എന്ത് ചെയ്യാം, വീട് പോയി. പേടിക്കണ്ട, അമ്മട്ട് അത് തന്നെ വേണം. നീ തന്നെ പറഞ്ഞോടി. ഇത്ര തന്നെ ഗ്ലാമറുള്ള എനിക്ക് എന്താണ് ശവം നോക്കണം. മമ്മിയോ അല്ല, പക്ഷെ തൂതുവേണം പറ്റിയിട്ട് തലവേദന വേദന മമ്മിക്ക് എന്തോന്ന് വെച്ചാ ഉന്നീസ് പോലും പറയാതുകൊണ്ടല്ലേ ഒരാളെ എന്നാ ഞാൻ രക്ഷപ്പെട്ടാണ്. എന്റെ എന്തോ വലുത് വരാനിരുന്നതാ, രക്ഷപ്പെട്ടു. എന്തോന്ന് കമലഹാസനോ? അവൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാ പോരെ. ഉള്ളതുകൊണ്ട് ഓണം പോലെ കേട്ടിട്ടുണ്ട്. അതാണ് ഇപ്പൊ സംഭവിച്ചത്.